നമസ്കാരം. എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ വളരെ വ്യത്യസ്തമായ നിരവധി വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. സമൂഹത്തെ ബാധിക്കുന്ന അശരണരായ, നിരാലംബരായ, നിരാശ്രരായ ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ചിലത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലത് കറക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, ചിലത് നിലവിലുള്ള നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തതിനുള്ളതായിരിക്കും. ഇങ്ങനെ പല രൂപത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ കാണുന്നത്. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ. കാരണം ഇതൊരു ചാനലാണ്, യൂട്യൂബ് ചാനൽ. ജനങ്ങൾ എത്ര കണ്ട് കൈ കൊടുക്കുമോ അത്ര കണ്ട് മാത്രമേ യൂട്യൂബ് ചാനൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പരസ്യമൊക്കെ മേടിച്ച് തരിക. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഞാൻ അങ്കണവാടി ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സീരിയസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു വിഷയം വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടൊരു വിഷയമാണ്. ഇത് ജീവനക്കാരെ അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാരെ സംബന്ധിച്ചുള്ള വിഷയമാണ്. ഒരിക്കലും പെൻഷൻകാർക്ക് ഈ വിഷയം ഇപ്പോൾ ഇല്ല. വർക്കർമാർ, ഹെൽപ്പർമാർ 63,100 വെച്ച് 66,200 പേരുണ്ട്. അതിൽ 44,000 പേര് പെർമനൻ്റ്, അതായത് സ്ഥിരമായുള്ളവരാണ്. ബാക്കി 22,000 പേര് താൽക്കാലികക്കാരാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു വിഷയം, ഇപ്പോഴല്ല എപ്പോഴും ഉള്ളൊരു വിഷയം, അവരുടെ തൊട്ടടുത്തുള്ള മോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ഒരു ലീഡറുണ്ട്. അത് അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന ലീഡറാണ്. അപ്പോൾ ലീഡർ അവരുടെ കേഡർ വെച്ച് നോക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ജോലിക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു ജീവനക്കാരിയാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് സൂപ്പർവൈസറുണ്ട്, CDP ഉണ്ട്, പിന്നെ ജില്ലാ ഓഫീസ്, സംസ്ഥാന ഓഫീസ്. ഇതാണ് അവരുടെ സംവിധാനം. അവർക്ക് ലീവ് എടുക്കാം. ക്യാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കേണ്ടുന്ന, ഒരു എമർജൻസി ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു ലീവാണ് ക്യാഷ്വൽ ലീവ്. ഒരു കാഷ്വാലിറ്റി, അതായത് ഒരു അത്യാഹിത വരുമ്പോൾ എടുക്കാൻ പറ്റുന്ന ലീവാണ് ക്യാഷ്വൽ ലീവ് എന്ന്. പിന്നെ ഏൺഡ് ലീവ്, അങ്ങനെ കുറേ ലീവുകളുണ്ട്. പിന്നെ ഹാഫ് പേ ലീവ് എന്ന്, അതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളൂ. ഈ സർക്കാർ ഉദ്യോഗസ്ഥരായി 100% അവർ അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ക്യാഷ്വൽ ലീവ് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർക്ക് 20 ലീവാണെന്ന് തോന്നുന്നു. പക്ഷേ പ്രശ്നം അതല്ല. ഈ ലീവ് സാധാരണ അവരെടുക്കുന്നത്, അവർക്ക് ഈ CDP, ഈ സൂപ്പർവൈസർമാരൊക്കെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിലേക്ക് അവർ ലീവ് ഇടുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഒരു പേപ്പർ കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കൊടുക്കാത്ത സാഹചര്യമുണ്ട് അവിടെ മാർക്ക് ചെയ്യുമായിരിക്കും. സൂപ്പർവൈസറും CDP ഒക്കെ മാർക്ക് ചെയ്യുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഹാഫ് പേ ലീവ്, അതായത് പകുതി ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയം ഗുരുതരമായൊരു വിഷയമാണ്. കാരണം രാവിലെ ഒരു അംഗനവാടി ടീച്ചർക്കോ വർക്കർക്കോ ഒരു കല്യാണത്തിന് പോകണം, ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ പരിചയക്കാരുടെയോ അല്ലെങ്കിൽ അംഗനവാടിയിൽ വരുന്നൊരു കുട്ടിയുടെ തന്നെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും കല്യാണത്തിനോ എന്തെങ്കിലും ഒരു ബന്ധങ്ങളാണല്ലോ, സാമൂഹ്യ ബന്ധമുള്ളവരാണല്ലോ അംഗനവാടിക്കാർ. വിളിച്ച് രാവിലെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അംഗനവാടി വരാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറുടെ ഒരു സമയം കിട്ടി ഒന്ന് പോകണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം. പിറ്റേ ദിവസം എന്തെങ്കിലും ഫംഗ്ഷനുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ മീൻസ് സൗന്ദര്യം ഒരുക്കമില്ല, വീടൊക്കെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ, രണ്ടുപേരും പോകണമെന്നില്ല, ഒന്ന് പോകണം. അപ്പം ഇങ്ങനെ പോകണമെന്ന് വരുമ്പോൾ അത് അത്യാവശ്യം, ഏതെങ്കിലും അത്യാവശ്യം ആയിക്കോട്ടെ, എന്തൊരു അത്യാവശ്യത്തിന് അവർക്ക് പോകണമെങ്കിൽ പകുതി ദിവസത്തെ ലീവ് അനുവദിക്കത്തില്ല. ഇത് ഏത് റൂളാണെന്ന് CDPമാരും സൂപ്പർവൈസർമാരും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ അവരാരെ എതിർക്കാനോ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതിനെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ അധികാരത്തൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ, ഞാനും പല സ്ഥാപനങ്ങളിൽ മേലധികാരിയായും മേൽജീവനക്കാരനായും കീഴ്ജീവനക്കാരനും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമ്മൾ ക്യാഷ്വൽ ലീവിന് എഴുതിയിടുമ്പോൾ അന്ന് നമ്മുടെ സർവീസ് വളരെ അത്യാവശ്യമാണ്, ഒരു കാരണവശാലും നമ്മുടെ സർവീസ് മാറ്റാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അത്യാവശ്യമായ ഫയലുകളുണ്ട്, മറ്റൊരാൾ ചെയ്യാനില്ല എന്നൊക്കെ വരുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ക്യാഷ്വൽ ലീവ് നമുക്ക് ഇന്നിപ്പോൾ എടുക്കേണ്ട, നാളെ എടുത്തോളൂ നമുക്ക് പറയാം. പക്ഷേ എന്നാൽ പോലും അങ്ങനെയും പറയാറില്ല. ഇത് ഒരു അവകാശമല്ല, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല ക്യാഷ്വൽ ലീവ്. ആർക്കുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്കും അങ്ങനെയല്ല. ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ള ഒരാളിനും ക്യാഷ്വൽ ലീവ് ഒരു ക്യാഷ്വൽ ലീവ് സാങ്ഷൻ ചെയ്യണമെന്നാണ്. അപ്പോൾ എല്ലാ ലീവും സാങ്ഷൻ ചെയ്യണം. എന്നാൽ ക്യാഷ്വൽ ലീവ് നമ്മൾ അപ്ലൈ ചെയ്താൽ സാങ്ഷൻ ചെയ്യണം. പക്ഷേ നോർമലായി ഒരാളിൻ്റെ ലീവും ആരും പിടിച്ചു വയ്ക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞാൽ, മൊബൈലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പറഞ്ഞാൽ ക്യാഷ്വൽ ലീവ് സാങ്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പല സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത്യാവശ്യത്തിന് പോയിട്ട് പിന്നെ വന്നൊക്കെയാണ് തലേ ദിവസത്തെ ഡേറ്റ് ഒക്കെ ലീവ് കൊടുക്കുന്നത്, വിളിച്ച് പറയുകയൊക്കെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ക്യാഷ്വൽ ലീവ് അനുവദിക്കും. പക്ഷേ അങ്കണവാടി വർക്കർമാർക്ക്, ഹെൽപ്പർമാർക്ക് മാത്രം ക്യാഷ്വൽ ലീവ് ഹാഫ് ഡേ അനുവദിക്കുന്നില്ല. അതിന് നിയമപരമായി എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. നിയമപരമായ തടസ്സമില്ലെങ്കിൽ പിന്നെ ഉള്ള എന്താണ്, CDPO, സൂപ്പർവൈസർ, അംഗനവാടി ടീച്ചർ, വർക്കർ, ഹെൽപ്പർമാർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിൽ വേണം പോകാൻ. അംഗനവാടിക്ക് വർക്കിന് കോട്ടം വരികയും ചെയ്യരുത്, എന്നാൽ ഇവരുടെ കാര്യം നടക്കുകയും വേണം. അതാണ് കെമിസ്ട്രി. അപ്പോൾ സ്വാഭാവികമായിട്ട് വർക്കർ ഒരു ദിവസം ലീവ് എടുത്താൽ ഹെൽപ്പർ അത് മാനേജ് ചെയ്ത് പോകണം.
ഇപ്പോൾ സുഖമില്ലാതായ കൊടുത്തല്ലേ പറ്റുള്ളൂ. ഹെൽപ്പർ ലീവ് എടുത്താൽ വർക്കർ മാനേജ് ചെയ്ത് പോകണം. ഇവരെ കൊണ്ട് ഇത് മാനേജ് ചെയ്യിക്കുന്ന പണി സൂപ്പർവൈസറും മാനേജ് ചെയ്യിക്കുന്ന രീതി സൂപ്പർവൈസറും CDPOമാരും കൂടെ ഒരു ധാരണയുടെ പുറത്ത് പോകണം. കാരണം കാഷ്വൽ ലീവ് ആളുകൾക്ക് ലീവ് എടുക്കാനാണ്, എടുത്ത് പോകണം. രണ്ടാമത് 1 മണിക്കൂറത്തേക്ക് പെർമിഷൻ എടുത്താൽ 1 ദിവസത്തെ ലീവ് എടുക്കാൻ പറയരുത്. അത്യാവശ്യം രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഷുഗർ ഒന്ന് നോക്കണം. അതെല്ലാവരും പ്രായമൊക്കെ ആയവരുണ്ട്. ഷുഗർ നോക്കണം, അല്ലെങ്കിൽ ലാബിൽ പോകണം, ഡോക്ടറെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ് അമ്പലത്തിൽ പോകുന്ന തൊഴുതിട്ട് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. മനുഷ്യ ജീവിതമാണ്. 1 മണിക്കൂർ ഒരു പെർമിഷൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം. 3 ദിവസത്തേക്ക് അങ്ങനെ ഓരോ മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫ് പേ ആവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സർക്കാരിൽ ചെയ്തു വരുന്നത്. അപ്പോൾ ഇവർ സർക്കാർ ജീവനക്കാരല്ല എന്നുള്ളത് കൊണ്ട് ഇവരുടെ ധാർമ്മികതയോ അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങളെയോ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു കാഴ്ചപ്പാടിനെയോ ഒന്നും എതിര് വരാൻ പാടില്ല. കാരണം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നൊക്കെ പറഞ്ഞ് വച്ചതും ഈ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒക്കെ വച്ചിരിക്കുന്നതും ആളുകൾ റിഫ്രഷായി വരട്ടെ. ഈ അവധിയൊക്കെ വച്ചിരിക്കുന്നതും ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ അവധി എടുക്കത്ത് ആളുകൾ മെൻ്റലി ഫിസിക്കലി റിഫ്രഷായി വീണ്ടും വരട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത്രയും അവധികളൊക്കെ വച്ചിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് വിവിധ തരത്തിലുള്ള അവധികളുണ്ട്. ഏൺഡ് ലീവുണ്ട്, ലീവ് സറണ്ടർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹാഫ് പേ ലീവ് ഉണ്ട്, മെഡിക്കൽ ലീവ്, പലതരത്തിലുള്ള ലീവുകളുണ്ട്. പക്ഷേ അംഗനവാടി വർക്കർമാരെ ഹെൽപ്പർമാരെ സംബന്ധിച്ചുള്ള അത്തരത്തിൽ ലീവുകളൊന്നുമില്ല. ആകെപ്പാടെ കാഷ്വൽ ലീവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറത്തൊരു അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ ചില അധികാരങ്ങൾ പ്രയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഒരു മാനേജ് ചെയ്ത് പോകേണ്ടതാണ് വേണ്ടത്. അതുകൊണ്ട് ഏത് CDP ആയാലും സൂപ്പർവൈസർ ആയാലും ഇത് മറ്റവരുടെ നിങ്ങൾക്കും ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, ആർക്കും അല്ല. ഞാൻ സർവീസിലും എനിക്കുമല്ല, മറ്റുള്ളവർക്കും അല്ല. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല ലീവ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മേലധികാരി, നമ്മൾ ഒപ്പിടുന്ന ആളുകൾ, നമുക്ക് സാലറി മാറി തരുന്ന ആളുകൾക്ക് നമ്മളെ വേണമെങ്കിൽ കർശനമായി നിയന്ത്രിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണല്ലോ ഈ സംവിധാനം പോകേണ്ടത്. ഒരു മനസ്സിലാക്കൽ പാരസ്പര്യത്തിൻ്റെ പുറത്താണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഹാഫ് പേ ലീവ് എടുക്കാനുള്ള, അല്ലെങ്കിൽ പകുതി ദിവസത്തെ ശമ്പളം, 2 ദിവസം ആകുമ്പോൾ 1 ദിവസത്തെ ശമ്പളം കട്ടാവും, 1 ദിവസം കണക്കാക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ശമ്പളമില്ലാത്ത ലീവിലേക്ക് പോകും. കാഷ്വൽ ലീവ് കഴിഞ്ഞാൽ പിന്നെ ശമ്പളമില്ലാത്ത ലീവിലേക്ക്. അപ്പോൾ അങ്ങനെ ലീവിനെ സംബന്ധിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. 1 മാസത്തേക്ക് ചോദിച്ചാൽ 3 മാസത്തേക്ക് മിനിമം എടുക്കണം, അല്ലെങ്കിൽ 6 മാസത്തേക്ക് എടുക്കണം എന്നൊക്കെ പറയുന്നത് ഒരുപാട് അസ്വസ്ഥതകൾ ഈ ജീവനക്കാരുടെ ഇടയിൽ തമ്മിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കൽ വരട്ടെ. ഇതാരെയും കുറ്റപ്പെടുത്താനോ കുറച്ച് കാണിക്കാനോ ആരുടെയെങ്കിലും അധികാരത്തെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല. നമ്മൾ ഒരു സത്യം പ്രാക്ടിക്കലായി നടക്കുന്ന, പ്രായോഗികമായി നടക്കുന്ന ഒരു വൈഷമ്യം നമ്മുടെ ശ്രദ്ധയിൽ ജീവനക്കാർ കൊണ്ടുവന്നു. അതുകൊണ്ട് മാത്രം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ വിഷയങ്ങളോട് പ്രതികരിക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദയവായി അവർക്ക് ഈ ലീവ് സംവിധാനങ്ങൾ അവർക്ക് കൊടുക്കുവാനുള്ള നടപടി എല്ലാവരും സ്വീകരിക്കണമെന്ന് CDPമാരോടും സൂപ്പർവൈസർമാരോടും ഈ സംവിധാനത്തോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്.